ഹായ് ഗൈസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ പലരും മറന്നു പോയിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എനിക്ക് മറന്നാലും കുഴപ്പമില്ലാതല്ല. എനിവേ, ഞാൻ ഈ ചാനലിൽ ആക്റ്റീവ് ആയിരുന്നില്ല, വീഡിയോസൊക്കെ ഇടാനൊന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പുതിയൊരു ചാനലുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ ചാനലിലേക്ക് ഒന്ന് എത്തി നോക്കുക. അതിൽ ഞാൻ കുറച്ച് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജോമെട്രിക്കൽ ചാർട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഗണിതശാസ്ത്ര മേളയിലെ ഒരു മത്സരം തന്നെയാണ് ജോമെട്രിക്കൽ ചാർട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ജോമെട്രിക്കൽ ചാർട്ടിൽ ഫസ്റ്റ് വാങ്ങാം, അപ്പോൾ കുറച്ച് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് കുറേ അപ്പവും മുട്ടക്കറിയും ഒക്കെ വരാനുണ്ട്. അപ്പോൾ ഞാൻ കുറേ അപ്പൊക്കെ പറയും ഗൈസ്, അതൊക്കെ ക്ഷമിക്കുക കേട്ടോ. ഇനി മുതൽ ഞാൻ നല്ല നല്ല ജോമെട്രിക്കൽ ചാർട്ടിൻ്റെ വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ചാർട്ടൊക്കെ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ആ ചാർട്ടൊക്കെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ബെൽ ബട്ടണും കൂടെ അമർത്തണം, അല്ലാണ്ട് നോട്ടിഫിക്കേഷൻ വരത്തില്ല. അപ്പോൾ ജോമെട്രിക്കൽ ചാർട്ട് മത്സരത്തിന് ആദ്യമുണ്ടല്ലോ നമ്മൾ നല്ലൊരു പിക്ചർ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ നല്ല പിക്ചർ എനിക്ക് കുറെ കോമൺ ആയിട്ട് കാണാത്ത കുറെ ആൾക്കാർ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ഇപ്പൊ പറയാ, ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ സംതിങ് ന്യൂ എന്ന് തോന്നുന്ന ഒരു ചാർട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേയൊക്കെ റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചതോ ആയിട്ടുള്ള ഒരു നല്ലൊരു ജോമെട്രിക്കൽ ചാർട്ട് നിങ്ങൾ മത്സരത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒരു സെലക്ട് ചെയ്ത പിക്ചർ, അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു ഇൻ്റർനെറ്റിലൊരു ജോമെട്രിക്കൽ ചാർട്ട് പിക്ചർ കാണുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു പിക്ചർ ആയിരിക്കും. അതെങ്ങനെ വരക്കുന്നതെന്നൊന്നും ഒരു പിക്ചർ ആണെങ്കിൽ നമുക്ക് ചിലപ്പം പറഞ്ഞു തരാൻ ആരും ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് തന്നെ ആ ഒരു ചിത്രം ഒന്ന് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് അതിൽ ഓരോ ലൈൻസൊക്കെ അതിന് മുകളിലൂടെയൊക്കെ വരച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ചിത്രം എങ്ങനെയാണ് വരച്ചതെന്നൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം അതെങ്ങനെ വരക്കുന്നതെന്നുള്ള രീതിയൊക്കെ നമുക്ക് തന്നെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് തന്നെ ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ട് പഴകാത്ത ഒരു സംതിങ് ന്യൂ എന്ന് തോന്നുന്ന ഒരു എക്സൈറ്റ്മെന്റ് നൽകുന്ന ഒരു പിക്ചർ വേണം നമ്മൾ മത്സരത്തിന് വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എങ്ങനെ ആ ചിത്രം വരക്കുന്നു, ആ ചിത്രം വരച്ച് കഴിഞ്ഞിട്ട് ആ ചിത്രത്തിൻ്റെ ആ ചിത്രം കാണാനും മൊത്തത്തിൽ ആ ചാർട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കണം, നല്ല നീറ്റ് ഉണ്ടായിരിക്കണം. ഒരു നല്ല ബോർഡറൊക്കെ കൊടുത്ത് നമ്മൾ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു നെയിം കണ്ടുപിടിച്ച് നെയിം കൊടുക്കുക, ആ പിക്ചറിനോട് നെയിം കൊടുക്കുക. പിന്നെ മത്സരത്തിൽ നമുക്ക് എത്ര ചാർട്ട് വരയ്ക്കാം? നമുക്ക് മിനിമം 3 ചാർട്ട് വരയ്ക്കാം. പക്ഷെ 3 ചാർട്ട് വരയ്ക്കണമെന്നത് കമ്പൽസറി അല്ല. ഇഫ് യു വാണ്ട് ടു ഡു ജസ്റ്റ് 1 ചാർട്ട് ഇറ്റ്സ് ഓക്കെ. ഒരു ചാർട്ടാണെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ചാർട്ടിൽ നിങ്ങളെ 100% കൊടുത്ത് ഒരു കിഡിലൻ ചിത്രം വരച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ വേറെ ചിത്രവും വരയ്ക്കാം. എടുത്തു പറയാണ്, കമ്പൽസറി അല്ല 3 ചാർട്ട് വരയ്ക്കണം എന്നുള്ളത്. ഇനി ടൈം മാനേജ്മെന്റ് അറിയായിരിക്കുമല്ലോ. 3 മണിക്കൂറാണ് സമയം. ഇപ്പം ഈ 3 മണിക്കൂറിൽ നമ്മൾ ചിത്രം വരച്ച് തീർത്തിരിക്കണം. അപ്പോൾ ഞാൻ മത്സരത്തിന് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ ഒരു 5 hours കൂടുതൽ എടുത്തിട്ടുണ്ട് ജസ്റ്റ് 1 പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാനത് 3 മണിക്കൂറിനുള്ളിൽ തീർത്തത്. ഞാൻ ഒരു ചിത്രം കൊണ്ടാണ് മത്സരിക്കാൻ മിക്കപ്പോഴും പോയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൽ തന്നെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാനത് 5 hours ഒരു 3 hours എത്തിയിട്ടുള്ളത്. 5 hours കുറച്ച് കൂടി പോയാൽ ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്ന സമയത്ത് more than 3 hours എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പ്രാക്ടീസ് ചെയ്ത് 3 hours ആക്കി.
അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്ത് 3 hours ആക്കിയാലും നമ്മൾ മത്സരത്തിന് പങ്കെടുക്കുന്ന ആ ഒരു 3 hours ചിലപ്പോൾ നമ്മൾ വരക്കുന്ന കുറച്ച് സ്ലോ ആവാം, അല്ലെങ്കിൽ സ്പീഡ് ആവാം. പക്ഷെ എത്രയൊക്കെ ആയാലും ഈ 3 hours കംപ്ലീറ്റ് ചെയ്തേ പറ്റും. അപ്പോൾ അതിന് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. പിന്നെ ജഡ്ജസുകൾ വരും, എല്ലാവരും ഒരുപോലെ അടിപൊളിയായിട്ടുള്ള ചിത്രമായിരിക്കും, ചുറ്റുമുള്ളവരൊക്കെയും വരച്ചിട്ടുണ്ടാവുക. അതിൽ നിങ്ങളെങ്ങനെ സ്പെഷ്യലാണ്, ഇതിൽ ഓക്കെ എൻ്റെ പിക്ചറാണ് നല്ലതെന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ പറ്റിയ മറ്റൊരു മാർഗ്ഗമാണ് ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്യിക്കുക എന്നുള്ളത്. ഈ ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജഡ്ജസ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഭയങ്കര സ്മാർട്ടായിട്ട് ആൻസേഴ്സ് പറയുക. എന്നിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ജഡ്ജസ് ഒന്നും ചോദിക്കുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി പറയാം, ഓക്കെ വാട്ട് ഓൾ ഡിഡ് യു ഡു ഫോർ ദിസ് ചാർട്ട് എന്നുള്ളത്, നീ എങ്ങനെയാണ് ഇത് വരച്ചേ, നമ്മളെങ്ങനെയാണ് ഈ ചിത്രം വരച്ചേ എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ അങ്ങനെ നമുക്ക് ഒരു കോൺവെർസേഷൻ നമുക്ക് തന്നെ ജഡ്ജസിനോട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ ചിത്രം വരച്ചു, എന്തൊക്കെയാണ് ഉപയോഗിച്ചത്, എത്രയാണ് ടൈം എടുത്തത് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ ചാർട്ടും നമ്മുടെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള റിലേഷൻ ഒക്കെയും നമുക്ക് പറയാവുന്നതാണ്. പിന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇതുപോലെ തന്നെ എന്താണ് ജോമെട്രിക്കൽ ചാർട്ട് എന്നും അതിൽ പേഴ്സണലി എനിക്ക് തോന്നുന്ന കുറച്ച് ടിപ്സും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു മത്സരത്തിന് പോകുമ്പോൾ ഞാനൊരു ക്ലോത്ത് ക്യാരി ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഒരു നമുക്കറിയാം, ഒരു സ്കെയിലിൽ സ്കെച്ച് വെച്ച് വരയ്ക്കുന്ന സമയത്ത് ഒരു 2-3 പ്രാവശ്യം വരയ്ക്കുമ്പോൾ തന്നെ ആ സ്കെയിൽ നമ്മൾ ചാർട്ടിനൊന്ന് മൂവ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അത് കളയാൻ വേണ്ടി ഞാനൊരു ക്ലോത്തൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സ് ആണല്ലേ ക്ലോത്ത് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ ടിപ്സ് പറഞ്ഞിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്ത് കാണാവുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ കുറേ ടിപ്സൊക്കെ ഞാനിനി വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ആവശ്യമുള്ള അത്രയും മെറ്റീരിയൽസ് ഒക്കെ എന്തൊക്കെയാണ് വേണ്ടത് അത് എക്സ്ട്രാ ഒക്കെ ക്യാരി ചെയ്ത് പോവുക, എന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുക. പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറയാത്തൊരു കാര്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജഡ്ജിങ് ക്രൈറ്റീരിയാസ് എങ്ങനെയാണ് ഒരു ജോമെട്രിക്കൽ ചാർട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതിന് മുമ്പ് റൈറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൈറ്റപ്പ് ആദ്യമൊക്കെ ആ ഒരു 3 hours തന്നെ എഴുതണമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയുന്നത് വെച്ച് നേരത്തെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടാവാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു റൈറ്റപ്പൊക്കെ നല്ല രീതിയിൽ നല്ലൊരു റൈറ്റപ്പൊക്കെ ഉണ്ടാക്കി അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക മത്സരത്തിന് പോകുന്നതിന് മുമ്പ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സമയം ജോമെട്രിക്കൽ ചാർട്ട് കോമ്പറ്റീഷൻ്റെ സമയമാണെന്ന്. അതിനി നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങൾക്കാണ് അടുത്ത ഇയറിൽ പങ്കെടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വെക്കേഷൻ, ഏപ്രിൽ മെയ് വെക്കേഷൻ ആണല്ലോ, ഈ വെക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പാറ്റേണൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു, ഒരു ചാർട്ടിൻ്റെ ഒരു സൈഡ് മാത്രം വരക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. എന്നാൽ മാത്രം അത് കുറച്ച് ഭംഗിയായി തോന്നത്തുള്ളൂ. ഒരു ഭാഗത്ത് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നോട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഗ്രേഡിങ് ക്രൈറ്റീരിയാസ്, ഗ്രേഡിങ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നോളേജ് ഓഫ് കണ്ടന്റ് ആൻഡ് മാത്തമാറ്റിക്കൽ വാല്യൂസ്. നമ്മൾ ചിത്രം വരച്ചിരിക്കുന്നതിൽ എത്ര ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള റിലേഷനാണ്, അതിൽ ഇപ്പോൾ ഒരു പോളിഗൺ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൻഡഗൺ ഉണ്ടെങ്കിൽ ആ പെൻഡഗണിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പെൻഡഗണിൻ്റെ ഓരോ കോർണേഴ്സും എത്ര ഡിഗ്രി ആണെന്ന് അറിയണം. അതിൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, അകക്കോൺ പുറക്കോൺ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിച്ചത്, അതൊക്കെ എത്രയാണെന്നൊക്കെ അറിഞ്ഞ് വെക്കാം. പെൻഡഗണിനെ കുറിച്ച് പഠിച്ചു വെക്കാം, റെക്റ്റാങ്കിളിനെ കുറിച്ച് പഠിച്ചു വെക്കുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വരച്ചതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം
എന്താ നിങ്ങൾക്ക് അറിയാവുന്ന ചെക്ക് ചെയ്യും. അതിന് 30% മാർക്ക് ഉണ്ട്. പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് കരിക്കുലം, കരിക്കുലമായിട്ട് എത്ര റിലേറ്റഡ് ആണ്, ഏത് ചാപ്റ്ററിൽ ഏത് പാർട്ടായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതും ചെക്ക് ചെയ്യും. പിന്നെ മോഡ് ഓഫ് പ്രസൻറ്റേഷൻ ആൻഡ് റൈറ്റപ്പ് അത് 25% മാർക്ക് ഉണ്ട്. അപ്പം നമ്മൾ നല്ല രീതിയിൽ, നല്ല ബോൾഡായിട്ട്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, നല്ല സ്മാർട്ടായിട്ട് നമ്മളെ വരച്ച ചാർട്ടിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ നല്ലൊരു റൈറ്റപ്പും ചെയ്യുക. ആ റൈറ്റപ്പും കൊണ്ടുപോകുക. അതിന് 25% ആണ് മാർക്ക്. പിന്നെ ബ്യൂട്ടി ഓഫ് പെർഫെക്ഷൻ. ഓഫ് കോഴ്സ് നമ്മൾ എത്ര നല്ല ഭംഗിയിലാണ് ചിത്രം വരച്ചേക്കുന്നത് എന്നുള്ളത് മാറ്റർ തന്നെയാണ്. അതിന് 15% കൂടെ മാർക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ, ജോമെട്രിക്കൽ ചാർട്ടിനെ കുറിച്ചുള്ള വീഡിയോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ +2 കഴിഞ്ഞിട്ട് ഇറ്റ്സ് ബീൻ 3 years. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ലെറ്റ് മീ നോ ത്രൂ മൈ കമൻറ്റ് ബോക്സ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് തന്നെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.